മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങൾ. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എന്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവൻ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 20-ാം തീയതി ഈ വ്യാഴാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ നമ്മൾ ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും ആ തോട്ടത്തിൽ നിന്ന് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലത്തെക്കുറിച്ചുമാണ്. ഓരോ മനുഷ്യനെയും ദൈവം ചില മുന്തിരിത്തോട്ടങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മുന്തിരിത്തോട്ടങ്ങൾ? ഒന്നാമതായി, നിന്റെ ശരീരം ഒരു മുന്തിരിത്തോട്ടമാണ്. കർത്താവ് നിനക്ക് കണ്ണ് തന്നിട്ടുണ്ട്, കാത് തന്നിട്ടുണ്ട്, കയ്യും കാലും തന്നിട്ടുണ്ട്, ആന്തരിക ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്, ആന്തരിക അവയവങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം നിന്നെ ഒരു ശരീരം വരമേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒരുക്കി തന്ന, എല്ലാം സാധ്യതകളും സാഹചര്യങ്ങളുമുള്ള, എല്ലാ നന്മകളും ചെയ്യാൻ കഴിയുന്ന ഒരു ശരീരം നിനക്ക് തന്നിട്ടുണ്ട്. അതൊരു മുന്തിരിത്തോട്ടമാണ്. ദൈവം നിനക്കൊരു കുടുംബം തന്നിട്ടുണ്ട്. നീ ഒരുപക്ഷെ ഒരു കുടുംബനാഥനായിരിക്കാം, ഒരു കുടുംബനാഥയായിരിക്കാം, ഒരു കുടുംബത്തിലെ മകനോ മകളോ ആയിരിക്കാം, ഒരു പുരോഹിതനായിരിക്കാം, ഒരു സമർപ്പിതയായിരിക്കാം. ദൈവം നിന്റെ ആ ചുറ്റുപാടുകൾ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഇടവക നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു മുന്തിരിത്തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നീ ഫലം പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കർത്താവിന് നീ എന്തോ പ്രതിഫലമായി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ ശരീരമാകുന്ന മുന്തിരിത്തോട്ടത്തിലെ ഫലം, നിന്റെ കുടുംബമാകുന്ന മുന്തിരിത്തോട്ടത്തിലെ ഫലം, അല്ലെങ്കിൽ കർത്താവ് നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, സമ്പത്തേൽപ്പിച്ചു, സ്ഥലമേൽപ്പിച്ചു. കർത്താവ് നിനക്ക് തന്നിട്ടുള്ളതെല്ലാം, നിനക്കുണ്ട് എന്ന് നീ പറയുന്നതെല്ലാം, അത് കർത്താവ് നിന്നെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടമാണ്. എന്തിനാ ദൈവം നിന്നെ ഈ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചത്? ഈ മുന്തിരിത്തോട്ടത്തിൽ നീ അധ്വാനിക്കണം. അധ്വാനിച്ചിട്ട് അതിൻ്റെ ഫലം നീ കർത്താവിന് കൊടുക്കണം. അച്ഛൻ ചോദിക്കട്ടെ, നമ്മളിൽ നിന്ന്
നമ്മളാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ദൈവം എന്ത് ഫലമാണ് പ്രതീക്ഷിക്കുന്നത്? ഫലം ശേഖരിക്കാൻ വേണ്ടിയാണല്ലോ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചത്, തൻ്റെ പുത്രനെ അയച്ചത്. ഏത് ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിച്ച ഫലം തീർച്ചയായിട്ടും മുന്തിരിയല്ല, മുന്തിരിച്ചാറല്ല, വീഞ്ഞു പാനീയങ്ങളോ ഒന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന വിരുന്ന് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവാരാധനയുടെ വിരുന്നാണ്. സ്വർഗത്തിൽ നമ്മൾ ദൈവത്തിന് വിളമ്പുന്ന വിരുന്ന് ഏതാണ്? ദൈവം കഴിക്കുന്ന വിരുന്ന് ഏതാണ്? ദൈവം സ്വീകരിക്കുന്ന പ്രതിഫലം ഏതാണ്? ദൈവം സ്വീകരിക്കുന്ന ഒരേ ഒരു പ്രതിഫലമുള്ളൂ. ദൈവം കഴിക്കുന്ന ഒറ്റ വിരുന്നേ ഉള്ളൂ. ആ വിരുന്നെന്ന് പറയുന്നത് ദൈവാരാധനയുടെ, ആത്മാവിലുള്ള സത്യത്തിലുള്ള ആരാധനയുടെ വിരുന്നാണ്. സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധനയുടെ വിരുന്നാണ്. സ്വയം താഴ്ത്തിക്കൊണ്ടുള്ള ആരാധനയുടെ വിരുന്നാണ്. നീ ആ വിരുന്ന് കൊടുക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തിൽ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ആരാധനയുടെ ഫലം സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്നുണ്ടോ? തപസ്സുകാലം തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ, ദൈവാരാധനയുടെ കാലമാണ്. എല്ലായ്പ്പോഴും ആരാധനയുടെ കാലം തന്നെയാണ്. എന്നിട്ട് പറയാണ്, നീ ഈ ആരാധനയുടെ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള പലതും നിനക്ക് നഷ്ടപ്പെടുമെന്ന്. നിന്റെ ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകും, കുടുംബമില്ലാതെയാകും, സമ്പത്തില്ലാതെയാകും. കാരണം ദൈവം ഇതെല്ലാം എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്നവർക്കായി നൽകപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവിടത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ മുൻപിൽ ഒരു ദുരന്തം എന്നെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ആരാധനയിൽ അല്ല എങ്കിൽ ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്നവർക്കായി നൽകപ്പെടും. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ അധരത്തെ, നമ്മുടെ കരങ്ങളെ, കാലുകളെ, ശരീരം മുഴുവനും, ആത്മാവും മനസ്സും, നമ്മുടെ ചിന്തകളും അറിവുകളും എല്ലാം ദൈവാരാധനയ്ക്കായി സമർപ്പിക്കാം. കാരണം അത് ദൈവം ആഗ്രഹിക്കുന്ന പ്രതിഫലമാണ്. ദൈവസ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന പ്രതിഫലമാണ്. പരസ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രതിഫലമാണ്. ദൈവം കണക്ക് ചോദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഫലം നൽകുന്ന ഒരു മനുഷ്യനായി, ഫലം നൽകുന്ന ഒരു ജോലിക്കാരനായി, ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്കാരനായി ജീവിക്കാൻ നമുക്ക് വിവേകമുണ്ടാകട്ടെ, ജ്ഞാനമുണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി കഴിയുന്ന മനുഷ്യർ ഇത് കേൾക്കണം. അവർ സമയം ചെലവഴിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങളിലാണ്. വാർത്ത കേൾക്കുന്നതിനും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനും ലോകത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമൊക്കെയായി നിന്റെ ജീവിതം നീ ചെലവഴിക്കുമ്പോൾ നീ ഫലശൂന്യമായ ഒരു മുന്തിരിത്തോട്ടം പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തിന്റെ ശുശ്രൂഷകൾ വരമേൽപ്പിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കാത്തവരായി മാറിയാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും മറ്റു ദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് അങ്ങ് ഇത് വരവേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന്റെ യോഗ്യതയുള്ള കൗലിക്കാരായി, വേലക്കാരായി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കാണപ്പെടാൻ തക്കവിധം ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ മുൻപിൽ അഭിമാനത്തോടുകൂടെ പ്രത്യക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ വിശ്വസ്തയോടെ വ്യാപരിക്കാൻ വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ചു നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നവരെ, ആത്മഹത്യ പ്രവണതകളുള്ളവർ, ഏകാന്തതയില് ദുഃഖത്തില് നിരാശയിലായിരിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യപാനത്തിന് അടിമകളായി തീർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലഹരിക്ക് അടിമകളായി മാറിയ യുവതി യുവാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കാം. വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്തവര്, ഈശോയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒറീസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനിൽ അനേകായിരം മക്കള് ഈശോയെ കൂടുതലായിട്ട് അറിയാനും അനുഭവിക്കുന്നതിനും വേണ്ടി, ഒത്തിരിയേറെ മക്കൾ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി, ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. അഭിഷേക ജ്വാലയായി ഈശോയേ, 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 ഈശോയേ. സാധിക്കുന്നവർ ശിരസ്സ് തറയിൽ മുട്ടിച്ച് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. വീണ്ടും രാത്രിയിൽ ഈ വചന ശുശ്രൂഷയുമായി കണ്ടെത്തുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.